ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നാളെയാണല്ലോ നിങ്ങൾക്ക് ഹിന്ദി എക്സാം. സോ നമുക്കിവിടെ ഈ ഒരു ചോദ്യ പേപ്പർ നോക്കാം. ആദ്യത്തെ ചോദ്യം സൂചന നൽകിയിട്ടുണ്ട്. നീലി ചിടിയ കവിത ക പങ്ക്തിയോം പടേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. നീലി ചിടിയ എന്ന കവിതയിലെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ശ്രദ്ധിച്ച് ഈ വരികൾ വായിക്കുക. ഈ വരികളിൽ തന്നെയാണ് നിങ്ങൾക്ക് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവുക. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ. ഫുൻഗി എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ എന്ന് പറഞ്ഞാൽ ഈ ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക്. ഉഡ്കർ ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേം ഉൻ പത്തോമേം, ഈ ഇലയിൽ നിന്ന് മറ്റൊരു ഇലയിലേക്ക്. പത്തോം എന്ന് പറഞ്ഞാൽ ഇലയാണ്. ചിപ്കർ ഗാനെ വാലി ചിടിയ, ഒളിച്ചിരുന്ന് പാട്ട് പാടുന്ന പക്ഷി. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. ചിപ്കർ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്ന് എന്നാണ്. ഇനി ചോദ്യങ്ങൾ വായിക്കാം. ഈ പങ്ക്തിയാം കിസ്കെ ബാരെ മേം ഹേ. ഈ കവിത ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? ആരെ കുറിച്ചാണ്? പക്ഷിയെ കുറിച്ചല്ലേ? ചിടിയാനെ കുറിച്ചാണ് അല്ലേ? ചിടിയ പക്ഷിയെ കുറിച്ചാണ്. ഓപ്ഷൻ ചിടിയ കെ ബാരെ മേം, പക്ഷിയെ കുറിച്ച് എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഡാലി ശബ്ദ കെ അർത്ഥമേം കവിത മേം പ്രയുക്ത ശബ്ദ കോൻ സാഹേ. ഡാലി എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. ഈ ഒരു അർത്ഥം വരുന്ന വരി ഏതാണെന്നാണ്, വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വരിയിൽ കണ്ടതാണല്ലേ, എന്താണ്? ഫുൻഗിയാണ്. കൊമ്പിന് എന്താണ്? ഫുൻഗി എന്നാണ്, എന്ന വാക്കാണ് കൊമ്പ് എന്ന അർത്ഥം വരുന്നത്. സോ ശരിയായിട്ടുള്ളത് ഫുൻഗി എന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കവിത സെ സാമാൻ രൂപവാല ശബ്ദ ചൂൻകർ ലിഖേം. നിങ്ങൾക്ക് ജാനെ വാലി എന്നൊരു പദം നൽകിയിട്ടുണ്ട്. ഇതേപോലെ വരുന്ന മറ്റൊരു പദം എടുത്തെഴുതാനാണ്. ജാനെ വാലി, ഇതേപോലെ വരുന്ന മറ്റൊരു വാക്ക് എടുത്തെഴുതാനാണ്. ഇവിടെ വരികളിൽ നമുക്ക് കാണാം ഗാനെ വാലി. ഈ വാക്കാണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത്, ഗാനെ വാലി. അടുത്ത ചോദ്യം, കവിത സെ സാമാൻ ആശയ വാലി പങ്ക്തിയാം ചൂൻകർ ലിഖേം. चिड़िया एक डाली से दूसरी डाली पर उड़ा जाती है. ഈ ഒരു അർത്ഥം വരുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അർത്ഥമാണ്. അർത്ഥം വരുന്ന വരി എടുത്ത് എഴുതാനാണ്. ഇവിടെ പറയുന്നത് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പക്ഷി പറക്കുന്നു എന്നാണ്. ഇതേ അർത്ഥം വരുന്ന വരിയാണ് നിങ്ങളോട് ഇവിടെ എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 2 വരിയാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറക്കുന്ന പക്ഷി. ഈ 2 വരിയാണ് ഉത്തരമായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് 1-ലെ ബി ചോദ്യമാണ്. ബാദൽ കവിത കി പങ്ക്തിയോം പടേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ബാദൽ എന്ന് പറഞ്ഞ കാത്തി സർസർ, കാറ്റ് പിടിച്ചിട്ട് സർസർ എന്ന ശബ്ദം ഉണ്ടാക്കുന്നു എന്നാണ്. ചായ ജൈസെ കാലേ കമ്പൽ, മനോഹരമായിട്ടുള്ള മേഘങ്ങൾ കറുത്ത പുതപ്പ് പോലെയാണെന്നാണ്. കാല എന്ന് പറഞ്ഞാൽ കറുപ്പാണ്, കമ്പൽ എന്ന് പറഞ്ഞാൽ പുതപ്പ്. കിതനി സുന്ദർ ലഗ്തേ ബാദൽ, ഈ ബാദൽ മേഘത്തെ കാണാൻ എത്ര സുന്ദരമാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം ആണ്. പേടവും ജൈസെ ബേടവും ജൈസെ, പേടം എന്ന് പറഞ്ഞാൽ മരങ്ങളെ പോലെയും, ബേടവും ജൈസെ ചെമ്മരിയാടിനെ പോലെയും. സോ ഇവിടെ ബാദലിനെ കുറിച്ചിട്ടാണ്, മേഘത്തെ കുറിച്ചിട്ടാണ് ഇവിടെ വരികൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചോദ്യം നോക്കാം. ഈ പങ്ക്തിയോം കിസ്കെ ബാരെ മേം ഹേ. ഈ കവിത എന്തിനെ കുറിച്ചിട്ടാണ്? ഓപ്ഷൻസ് നോക്കിയേ. ബാദൽ കെ ബാരെ മേം, കമ്പൽ കെ ബാരെ മേം പുതപ്പിനെ കുറിച്ചിട്ട്, ഹവാ കെ ബാരെ മേം കാറ്റിനെ കുറിച്ചിട്ട്, ആസ്മാൻ കെ ബാരെ മേം ആകാശത്തെ കുറിച്ചിട്ട്. ഇവിടെ മേഘത്തെ കുറിച്ചിട്ടാണല്ലേ. അതായത് ആദ്യത്തെ ഓപ്ഷൻ ബാദൽ കെ ബാരെ മേം എന്നാണ് ശരിയായിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, ബേദ് ശബ്ദ കെ ലിയെ കവിത മേം പ്രയുക്ത ശബ്ദ കോൻ സാഹേ. മേഘ് എന്ന അർത്ഥം വരുന്ന, മേഘ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമാണ്. മേഘം എന്ന അർത്ഥം വരുന്ന വാക്ക് കവിതയിൽ നിന്ന് ഏതാണ് എന്നാണ്? ബാദലാണ്. ഓക്കെ, ബാദൽ എന്ന് പറഞ്ഞാലാണ് മേഘം. അടുത്ത ചോദ്യം, കവിത സേ സഹി പ്രസ്താവ് ചൂൻകർ ലിഖേം. കവിതയിൽ പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതാനാണ്. ആദ്യത്തേത് കമ്പൽ ബാദൽ കെ പക്കഡ്കർ ലാത്താ ഹേ, പുതപ്പ് മേഘത്തെ പിടിച്ചു കൊണ്ടുവരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ചിടിയ ബാദൽ കോ പക്കഡ്കർ ലാത്തി ഹേ, പക്ഷി മേഘത്തെ പിടിച്ചു കൊണ്ടുവരുന്നു. അടുത്തത് ഹവ ബാദൽ കോ പക്കഡ്കർ ലാത്തി ഹേ, കാറ്റ് മേഘത്തെ പിടിച്ചു കൊണ്ടുവരുന്നു. ലാസ്റ്റ് ഓപ്ഷൻ
ബാരിഷ് ബാദൽ കോ പക്കഡ്കർ ലാത്തി ഹെ. മായ പിന്നെ മേഘത്തെ പിടിച്ചു കൊണ്ടുവരുന്നു. ഏതാണ് ശരി? ആദ്യത്തെ വരിയിൽ കാണാം ഹവാ പക്കഡ്കർ, കാറ്റാണ് പിടിച്ചു കൊണ്ടുവരുന്നത്. സോ ഓപ്ഷൻ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷൻ ഹവാ ബാദൽ കോ പക്കഡ്കർ ലാത്തി, കാറ്റ് മേഘത്തെ പിടിച്ചു കൊണ്ടുവരുന്നു എന്നാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കവിത സെ സാമാൻ ആശയ വാലി പങ്ക്തിയാം ചൂൻകർ ലിഖേ. കവിതയിലെ ഇതേ അർത്ഥം വരുന്ന വരി എടുത്ത് എഴുതാനാണ്. ആകാശ് മേം ബാദൽ കാലെ കമ്പൽ ഓർ ചാത്താ ഹേ വഹ് ബഹുത്ത് സുന്ദർ ലഗ്താ ഹേ. ആകാശത്ത് മേഘം കറുത്ത കമ്പിളി പുതപ്പ് പോലെ പരന്നു കിടക്കുന്നു എന്നാണ്. ഇതേ അർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇതിന്റെ ഉത്തരം വരുന്നത് ചായ ജൈസെ കാലെ കമ്പൽ കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ എന്ന വരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, രൂരു കഹാനി കാ യഹ് അംശ് പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. രൂരു എന്ന കഥയുടെ ഭാഗം താഴെ നൽകിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നമുക്ക് വായിക്കാം. രൂരു അബ് ടൈം ആകയാ ബച്ച. രൂരു ഇപ്പോൾ സമയമായി കുഞ്ഞേ എന്ന്. ടൈം എന്ന് പറഞ്ഞാൽ സമയം. അമ്മി കി ഗോദ് സെ നിക്കലെ ഓർ ബാഹർ ചാക്കർ ദോസ്ത് ബനാओ. അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു പോയി കൂട്ടുകാരെ ഉണ്ടാക്കൂ എന്നാണ്. ദോസ്ത് ബനാओ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ ഉണ്ടാക്കൂ, ദോസ്ത് ഫ്രണ്ട്സ് എന്നാണ്. രൂരുനെ തോടാ ഡർത്തെ ഹുവേ ഇജക്തേ ഹുവേ. രൂരു കുറച്ച് പേടിച്ചും മടിച്ചും ഹോലേസി അമ്മയ്ക്ക് ചേബ് സെ സിർ ബാഹർ നിക്കാല. അമ്മയുടെ പോക്കറ്റിൽ നിന്നും പതുക്കെ തല മുന്നോട്ട് നീക്കി, പുറത്തേക്ക് നീട്ടി. ദുനിയ കിത്തനി ബഡി ദി. ലോകം എത്ര വലുതായിരുന്നു? ചോദ്യം നോക്കാം. അമ്മയ്ക്ക് ഗോദ് നിക്കലെ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാओ യഹ് കിസ്നെ കഹാ. അമ്മയുടെ മടിയിൽ നിന്ന് പുറത്തു വന്ന് പുറത്തു പോയി കൂട്ടുകാരെ ഉണ്ടാക്കൂ എന്ന് ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ചിടിയാനെ, പക്ഷിയാണ് പറഞ്ഞത്. കങ്കാരു കി മാംനെ, കങ്കാരുവിന്റെ അമ്മ പറഞ്ഞു. കങ്കാരു കെ ബച്ചേനെ, കങ്കാരുവിന്റെ കുഞ്ഞു പറഞ്ഞു. ബന്ദറിനെ, കുരങ്ങൻ പറഞ്ഞു. അമ്മയാണ് പറഞ്ഞത്, കങ്കാരുവിന്റെ അമ്മയാണ്. സോ ശരിയായിട്ടുള്ള ഉത്തരം കങ്കാരു കി മാംനെ എന്ന രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. അടുത്ത ചോദ്യം, കങ്കാരു കെ ബച്ചേക്കോ ക്യാ കഹത്തെ ഹേ. കങ്കാരുവിന്റെ കുട്ടികളെ എന്താണ് വിളിക്കുന്നത്? പില്ല ആണോ, ചോയ്സ് ആണോ, ചൂംച ആണോ, ബിലൗട്ട ആണോ? ഏതാണ് കറക്റ്റ്? ചോയ്സ് ആണ്. എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്, ചോയ്സ് എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, കങ്കാരു കെ ബച്ചേനെ ക്യാ ക്യാ ദേക്കോ. കങ്കാരുവിന്റെ കുട്ടി എന്തെല്ലാമാണ് കണ്ടത്? ചിത്രക്ക് അനുസാര വിവരണം തയ്യാർ കരേൻ. ചിത്രം നോക്കി അനുയോജ്യമായിട്ടുള്ള വിവരണം തയ്യാറാക്കാനാണ്. ഒന്ന് അവിടെ നൽകിയിട്ടുണ്ട്, പാനി ബരസ്താ ഹേ, മഴ പെയ്യുന്ന ചിത്രമാണ്. പിന്നെ കണ്ടത് സൂര്യൻ ഉദിക്കുന്നതുണ്ട്. സൂര്യൻ ഉദിക്കുന്നു എങ്ങനെ പറയാം? സൂരജ് നിക്കൽത്താ ഹേ എന്ന് പറയാം. പിന്നെ പൂ വിരിഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ട്, ഫൂൽ ഗിൽത്തേ ഹേ എന്ന് പറയാം. ഏറ്റവും അവസാനത്തെ ചിത്രം കാട്ടിലെ തീ പടരുന്നതാണ്, ജംഗൽ മേം ആഗ് ലഗ്തി ഹി. ഇത് 4 പോയിന്റ്സ് ആണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ ഇവിടെ 3 സെന്റൻസും അതിന്റെ മലയാളം മീനിങ്ങും കൊടുക്കാം. നിങ്ങൾ അനുയോജ്യമായ ചിത്രത്തിന് നേരെയാണ് ഇത് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ വെച്ച് അർത്ഥമുള്ള 5 വാക്കുകൾ തയ്യാറാക്കാനാണ്. നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ചിടിയ എന്ന വാക്ക് കാണാം. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. ഇനി നിങ്ങൾക്ക് മച്ചലി കാണാം. മച്ചലി എന്ന് പറഞ്ഞാൽ മീനാണ്. ഇപ്പോൾ 2 വാക്കായല്ലോ. പിന്നെ നമുക്ക് ബാദൽ എഴുതാം. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമാണ്. പിന്നെ തിത്തലി ഉണ്ട്. തിത്തലി എന്ന് പറഞ്ഞാൽ ചിത്രശലഭമാണ്. പിന്നെ മക്കടി, ചിലന്തി. 5 വാക്കായല്ലോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. അടുത്തത് ചിത്രം നോക്കി ഉത്തരം എഴുതാനാണ്. ചിത്ര ദേക്കോം ഓർ പ്രശ്നോം കി ഉത്തർ ലിഖേം. ചിത്രം നോക്കിയിട്ട് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ആദ്യത്തെ ചിത്രത്തിൽ വേസ്റ്റ് ബിന്നിലാണല്ലേ ഇടുന്നത്. രണ്ടാമത്തെ ചിത്രം വേസ്റ്റ് വലിച്ചെറിയാണല്ലേ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കൂടാ കുജട ഗുഡ്ദാനെ മേം ഹി ഡാലേ യഹ് സന്ദേശ് ദേനെ വാലെ ചിത്ര കോൻസാ ഹേ. അതായത് മാലിന്യം, കച്ചട എന്ന് പറഞ്ഞാൽ, കൂടാ കച്ചട എന്ന് പറഞ്ഞാൽ ചപ്പ് ചവറ്, അത് നമ്മൾ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടണം. ഈ സന്ദേശം ഏത് ചിത്രമാണ് നൽകുന്നത് എന്നാണ്. ഒന്നാമത്തെ ചിത്രമാണല്ലേ. ഒന്നാമത്തെ ചിത്രത്തിലാണ് വേസ്റ്റ് ബിന്നിൽ ഇടുന്നത്. കേവൽ ചിത്രേക്ക് ഒന്നാമത്തെ ചിത്രം, കേവൽ ചിത്ര ദോനോ രണ്ടാമത്തെ ചിത്രം, ചിത്ര ഏക്ക് ഓർ ചിത്ര ദോനോ
ദോനോം ചിത്ര നെഹിം, 2 ചിത്രവും അല്ല. ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ ചിത്രമാണ് അല്ലേ? കേവൽ ചിത്ര ഏക്കാണ്, ഒന്നാമത്തെ ചിത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കച്ചറ മുക്ത് കേരൾ വിഷയ് പർ പോസ്റ്റർ തയ്യാർ കരേം. കച്ചറ മുക്ത് കേരൾ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, മാലിന്യം മുക്തമായിട്ടുള്ള, മാലിന്യം ഇല്ലാത്ത കേരളം എന്ന വിഷയത്തിൽ പോസ്റ്റർ തയ്യാറാക്കാനാണ്. നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ബോക്സ് എടുക്കുക, വരയ്ക്കുക, എന്നിട്ട് കച്ചറ മുക്ത് കേരൾ എന്ന് തന്നെ എഴുതി വെക്കുക, മാലിന്യമുക്തമായിട്ടുള്ള കേരളം. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചിത്രം വരച്ചു കൊടുക്കുക, ഒരു വേസ്റ്റ് ബിന്നിൽ വേസ്റ്റ് ഇടുന്നതോ മാലിന്യം വൃത്തിയാക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിത്രവും വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മാലിന്യ വിമുക്തമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെന്റൻസസ്, കുറച്ച് സ്ലോഗൻസ് നിങ്ങൾ പോസ്റ്ററിൽ എഴുതി കൊടുക്കണം. നമുക്ക് പോസ്റ്ററിൽ എഴുതി കൊടുക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ് കച്ചറ ഇത്കർ ഉത്കർ ന ഫേം കെ, മാലിന്യം ഇവിടെ അവിടെയും വലിച്ചെറിയരുത്. പിന്നെ അടുത്ത് കച്ചറേ കോ അലഗ് കർക്കെ രേഖെ, മാലിന്യങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കുക. സ്വച്ഛ് കേരൾ സുന്ദർ കേരൾ, വൃത്തിയുള്ള കേരളം, മനോഹരമായ കേരളം. ഇതൊക്കെ നിങ്ങൾക്ക് പോസ്റ്ററിൽ എഴുതി കൊടുക്കാൻ പറ്റുന്ന വാക്യങ്ങളാണ്. അടുത്ത ചോദ്യം, ഗദ്ദാംശ് പടേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. താഴെ തന്നിട്ടുള്ളത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഗാവ് കെ കിനാരെ ഏക് കുത്ത ഓർ ബില്ലി രഹ്തേ ദേ. ഗ്രാമത്തിന്റെ അരികിൽ ഒരു പട്ടിയും ഒരു പൂച്ചയും താമസിച്ചിരുന്നു. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്, കുത്ത എന്ന് പറഞ്ഞാൽ നായയാണ്. കുത്ത ബബലു ലഗ്ഡാദ, ബബലു എന്ന നായക്ക് മുടന്തുണ്ടായിരുന്നു. ബില്ലി മുഞ്ഞി അന്തിദി, മുഞ്ഞി എന്ന പൂച്ചയ്ക്ക് കാഴ്ചയില്ലായിരുന്നു. ദോനോ മിത്രദോ, രണ്ടാളും മിത്രങ്ങളാണ്, സുഹൃത്തുക്കളാണ്. ബബലു മുഞ്ഞിക്കോ രാസ്ത ദിക്കാത്ത, ബബലു മുന്നിക്ക് വഴി കാണിച്ചു കൊടുക്കും. മുന്നി ബബലു കെ ലിയെ ഗാന ലാത്തി, ബബലു മുന്നിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കണ്ടെത്തി കൊടുക്കും. ഏക് ദിൻ ജംഗലി സുവാനെ ബബലു പർ ആക്രമൺ കിയ, ദിവസം ഒരു കാട്ടുപന്നി ബബലുവിനെ ആക്രമിച്ചു. ആക്രമണം എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ പന്നിയാണ്. ഓക്കെ. മുന്നിനെ ജോർ ജോർ സെ ആവാസോം നിക്കലീം, മുന്നി ഉറക്കെ ശബ്ദമുണ്ടാക്കി. ലോകോംനെ ആക്കർ ബബലു കോ ബച്ചായ, ആളുകൾ വന്നിട്ട്, ലോകർ എന്ന് പറഞ്ഞാൽ, ലോകോം എന്ന് പറഞ്ഞാൽ ആളുകളാണ്, ആളുകൾ വന്നിട്ട് ബബലുവിനെ രക്ഷിച്ചു. ബച്ചായ എന്ന് പറഞ്ഞാൽ രക്ഷിച്ചു എന്നാണ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. കഹാനി കെ ദോ മിത്ര കോൻ കോണ്ടേ, ഈ ഒരു കഥയിൽ 2 സുഹൃത്തുക്കളെ കുറിച്ച് പറയുന്നില്ലേ, അതാരാണ്? കുത്ത ഓർ ബില്ലി ആണ് അല്ലെ, നായയും ഒരു പൂച്ചയുമാണ് അല്ലെ. കുത്ത ഓർ ബില്ലി എന്ന ഓപ്ഷനാണ്, ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ചോദ്യം, അന്താരാഷ്ട്ര മിത്രതാ ദിവസ് കെ ലിയെ പോസ്റ്റർ തയ്യാർ കരേം. അന്താരാഷ്ട്ര സൗഹൃദ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. സോ നിങ്ങൾ എന്താണ് പോസ്റ്ററിൽ എഴുതേണ്ടത്? സൗഹൃദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോസ്റ്ററിൽ എഴുതേണ്ടത്. പോസ്റ്റർ ഒരു കള്ളിയിലൊക്കെ ആക്കി വരച്ച് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് പോസ്റ്ററിൽ എഴുതാൻ പറ്റിയിട്ടുള്ള സെന്റൻസ് ആണ് സച്ചി ദോസ്തി സബ്സെ അൻമോൽ ഹേ, യഥാർത്ഥ സൗഹൃദമാണ് ഏറ്റവും വിലപ്പെട്ടത്. മിൽ ജുൽക്കർ രഹേം ഖുഷ് രഹേം, ഒരുമയോടെ ജീവിക്കാം, സന്തോഷത്തോടെ ഇരിക്കാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കണേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.